ഇതിപ്പോ നമ്മള് ഈ IT-യുടെ ഗ്രോത്ത് പറയുമ്പോൾ നമ്മളിപ്പോ ഡ്രൈവർ ഇല്ലാത്ത കാർ എന്നൊക്കെ പണ്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ AI ആയിട്ട് ആങ്കേഴ്സ് ഉൾപ്പെടെ AI ആയിട്ടുള്ളവരുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടല്ലോ, അതായത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി എന്തുണ്ടാവാനാണ് വ്യത്യാസം? ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടായിരിക്കും. ഇപ്പൊ മഞ്ജുവിന് തന്നെ ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാവും താമസിയാതെ. ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കാർ ഓടിക്കുമ്പോഴേ ഇപ്പോൾ അഡാസ് കണ്ടിട്ടില്ലേ? അഡാസ് ബ്രേക്ക് ചെയ്യും, ഒരു ക്യാമറ ഡിറ്റക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ലൈൻ ട്രാഫിക് അഡാസ് 2-ൽ ലൈൻ തെറ്റിയ ഉടനെ നമ്മളെ വലിച്ച് ലൈനിനകത്താക്കും. ഈ പുതിയ വണ്ടികളിലെല്ലാം ഉണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മളെ ഒരു കമ്പാനിയനാണ്. അതൊരു ഡിജിറ്റൽ കമ്പാനിയൻ. ഇപ്പൊ തന്നെ റോബോ സർജറി ഒക്കെ വന്നിട്ട് റിമോട്ടായിട്ടൊരു ഡോക്ടർക്ക് സർജറി നടത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം ഫൈനാൻഷ്യൽ പ്ലാനിങ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം AI-യും അതുപോലെ റോബോട്ടിക്സും ഒരു വലിയ റോള് പ്ലേ ചെയ്യും. അവിടെ നമ്മുടെ ഇൻ്റലിജൻസ് ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഉള്ള ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇൻ്റലിജൻ്റ് ആളുകൾക്കായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ആ ലെവലിലേക്ക് എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടാകും. അതൊരു വലിയ മാറ്റമായിരിക്കും. ആ മാറ്റം അതിൻ്റെ ഒരു ക്വാണ്ടം എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് എത്ര ജോലിയെ ബാധിക്കും. കാരണം ഇന്ത്യയിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വി ഹാവ് 150 crore പീപ്പിൾ. അത് അവിടെ എല്ലാവർക്കും ഇത് അറിയണമെന്നൊന്നുമില്ല. ആൻഡ് വി ഹാവ് വില്ലേജസ് സ്റ്റിൽ 50% ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിയ ഒരു അവിടെ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പലപ്പോഴും പിന്നെ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് UPI റെവല്യൂഷനാണ് ഇന്ത്യ. അതുപോലെ ഈ എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേയും ബാങ്കുകളുടെ ഓട്ടോമേഷൻ ഇതെല്ലാം വന്ന പോലെ ഒരു വലിയ മാറ്റമായിരിക്കും എല്ലാ ഏരിയയിലും. ലോജിസ്റ്റിക്സിൽ, സിറ്റി പ്ലാനിങ്ങിൽ, നമ്മുടെ ഈ മോഷൻ സെൻസിങ് ഡിവൈസസ് ഇതെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകും. ഈ ഞാൻ ഡിജിറ്റൽ ട്വിന്നിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടെക്നോളജി. അതൊരു ഷേപ്പ്ലെസ് ആയിരിക്കാം, പക്ഷേ ഒരു സെൻസിറ്റീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പം തന്നെ നമ്മളിപ്പം ഈ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ആയിരിക്കും. അതൊരു ഡിവൈസ് കം ആപ്പൊക്കെ ആകാം. മൊബൈൽ ഡിവൈസിൽ തന്നെ ചിലപ്പോൾ വർക്ക് ചെയ്യാം. അത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്കൊരു ആർട്ടിഫിഷ്യലായി എന്ന് പറഞ്ഞ പോലെ, അതായത് നമ്മൾ കാണാത്തത് അത് കാണും. നമ്മളിപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അത് കേൾക്കുകയാണ്. അതിനകത്തെ ഒരു വിഷ്വൽ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉപയോഗങ്ങളുണ്ട് പല തരത്തിലുള്ളത്. അപ്പോൾ ലൈഫ് കുറെ കൂടെ ഫാസ്റ്റാവും. നമുക്ക് പിന്നല്ലേ അതൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മളൊരു സെയിൻറ്റ് പോലൊക്കെ ആസിറ്റിക് ആയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ സാറിന്റെ പ്ലാൻ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ഇതിനകത്തൂടെ ഒന്ന് കുറച്ചു നാളിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കാരണം എനിക്കിതൊന്ന് മനസ്സിലായാൽ കൊള്ളാവുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ AI വർക്ക് ചെയ്യുന്നത്. ഞാൻ പലതും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ അതല്ല, അതിൻ്റെ മോഡൽസ് മാറുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എക്കോണമിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ, 3 സ്റ്റാർട്ടപ്പാണ് പിന്നെ നമ്മുടേതായ രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ഇൻ്റർഫേസ്, ഒരു LLM മോഡൽ ഇന്നലെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നോളജി ഓപ്പണാണ്. ആർക്ക് വേണേലും അതിൽ റിസർച്ച് നടത്താം, ആർക്ക് വേണേലും വർക്ക് ചെയ്യാം, എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇവിടെ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ ലാർജ് ഓർഗനൈസേഷൻ ഒരു ചലഞ്ചുണ്ട്. വലിയ ഓർഗനൈസേഷൻ ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ, ഇപ്പോൾ ഒരു വലിയ കമ്പനിയിൽ, IT കമ്പനിയിൽ ചിലപ്പോൾ 6-7-8 ലക്ഷം ആൾക്കാർ വർക്ക് ചെയ്യുന്നവരെ, അവരെല്ലാം ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ഓർഗനൈസേഷൻ ചിലപ്പം വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തെന്നും വരാം. അങ്ങനെയൊക്കെയുള്ള എക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഗ്രോത്തിന് വളരെ വളരെ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു കോമൺ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് ഈ ചാറ്റ് ജിപിടിയും ജിമിനിയും ഒക്കെയാണ് മിക്കവാറും ബേസിക് സാധനം. നമ്മളിപ്പോ ഒരു സാധാരണക്കാരന് കുട്ടിക്കായിക്കോട്ടെ പ്രായമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ബേസിക് നോളജ് അവർക്ക് പഠിക്കാനുള്ളൊരു വഴി എന്താന്ന് ചോദിച്ചാൽ സാർ എന്താ പറഞ്ഞു കൊടുക്കുക? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് സറണ്ടർ ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ കുറേ കാലം മുമ്പ് നമ്മുടെ IIM ചെയർമാൻ ഇവിടെ ഒരു കൊച്ചി വന്നപ്പോൾ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റി. അത് ഇപ്പോഴും വാലിഡാണ്. അത് ഞാൻ പറഞ്ഞല്ല, അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഇന്റലിജന്റ് ആകുക. ഇപ്പൊ ഒരു വലിയ പ്രോബ്ലം, ഇപ്പൊ കാൽക്കുലേഷനെ കുറിച്ച് അറിയാം, നമുക്ക് അരിത്തമെറ്റിക് അറിയാൻ വയ്യാത്ത ഒരാൾ അരിത്തമെറ്റിക് മോഡൽ ഉപയോഗിക്കുമ്പോൾ അതിൽ വാല്യൂ അഡീഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്കൊന്നും അറിയാണ്ട് നിങ്ങൾ അതിന്റെ ഹെൽപ്പ് എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനകത്ത് വലിയ ഒരു വളരെ എലിമെൻ്ററി കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് അതിലൊരു മാസ്റ്റർ ആയെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ ഒരു മോഡൽ എടുക്കണമെങ്കിൽ ആ മോഡൽ എന്താണെന്ന് അറിയാതിരിക്കണം, ആ മോഡൽ എനിക്ക് എന്ത് ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാതിരിക്കണം. മോഡൽ എന്ന് പറയുന്നത് ഈ ഇതുപോലുള്ള മൾട്ടിപ്പിൾ കോമ്പിനേഷനുള്ള ഒരു സാധനമായിരിക്കും. ഇപ്പം അപ്പോൾ ആ AI മോഡൽ പഠിക്കണമെങ്കിൽ എൻ്റെ ബേസിക് സ്കില്ല് ഞാൻ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ആ ബേസിക് സ്കില്ല് ഇനിയും വേണ്ടാന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ടിലും എത്തത്തില്ല. അത് വെറുതെ എനിക്ക് ചിലപ്പം ഫാസ്റ്റായിട്ട്, ഇപ്പോൾ പണ്ട് അക്കൗണ്ടൻ്റ് ഇങ്ങനെ കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് 9+9 18 ആണെന്ന് അറിയാൻ വയ്യെങ്കിൽ ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഞാനതെല്ലാം കാര്യം ചെയ്യും. അപ്പോൾ ഈ മോഡൽസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ആ മോഡൽ കറക്റ്റ് ഫിറ്റാണോ, എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണോ, എൻ്റെ ജോബിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണോ, ഇത് എങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയെടുക്കും, ഇതൊക്കെ അറിയാതിരിക്കണം. ഇപ്പം ഡോക്ടർ ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഡോക്ടർ മസ്റ്റ് ബി സൂപ്പർ ഇൻ്റലിജൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. റോബോട്ടിക് സർജറി ഒക്കെ അങ്ങനെയാണ്, ഡോക്ടറുടെ ഒരു അഡീഷണൽ കൈയാണ്. അതൊരു പ്രിസിഷൻ മാനേജ്മെന്റ്. പഴയ പോലെ ബ്ലഡ് ലോസ് ഉണ്ടാവില്ല റോബോ സർജറി, കുറേയും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, ഡോക്ടറുടെ കൈ എത്താത്തടത്ത്. ഇപ്പൊ ഈ പ്രിസിഷന്റെ ഇംപ്രൂവ്മെന്റ്, ആക്യുറസി ഇംപ്രൂവ്മെന്റ്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നത്. ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലെന്ന് വെച്ചു, ഈ 0യെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ കിട്ടുള്ളൂ. എനിക്കൊരു പോസിറ്റീവ് പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാം. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, ഇനി ജങ്കായിട്ടൊരു മനുഷ്യനെ വെച്ച് എല്ലാം ചെയ്യുക. അതൊന്നും നടക്കില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എക്സെപ്ഷൻ ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ആളുണ്ട്. 10 പേര് ചെയ്യുന്നിടത്ത് 2-3 പേര് മതിയായിരിക്കും. അതായത് ജോലി റീപ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളതിനെക്കാട്ടിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയാവുന്ന സ്കില്ലുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളെ റീപ്ലേസ് ചെയ്തേക്കാം, അല്ലേ? റീപ്ലേസ്. ഓക്കെ. ഇപ്പൊ നമ്മൾ IT-യുടെ കേസ് 3 പേരെ ഒരാൾ മതിയായിരിക്കും. ഇപ്പൊ നമ്മള് കോവിഡ് ഒക്കെ വന്ന സമയത്തും കൂടുതൽ ജോലി പോയിട്ടുള്ള ആൾക്കാർ IT-കാരാണ്. ഭയങ്കര ഹൈലി പെയ്ഡ് ആയിട്ട് നിന്ന് ഒരുപാട് പേര് ഓൾ ഓഫ് എ സഡൻ ജോലി പോയിട്ടുണ്ട്. അങ്ങനെ ജോലി പോയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ വളരെ ഹൈലി പെയ്ഡ് ആയിട്ട് പോലും ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലൊക്കെ അങ്ങനെ കുറേ പേരുണ്ട്. അത് മാനസികമായിട്ടും ഫൈനാൻഷ്യലായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട്. വൈ ഡു യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ്? ഇതിനൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ കാര്യം ഉൾപ്പെടെ എൻ്റെ ഒരു ഇൻകം ഒക്കെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇൻകം ഉണ്ടായതിൻ്റെ ഒരു IT-യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ IT, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാമെങ്കിൽ ഈ $300 ബില്യൺ വരുന്നത് മുഴുവൻ സർവീസ് ഇൻഡസ്ട്രി. ഈ ഡോളറിൻ്റെ പ്രത്യേകത എന്താ, $1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 90 രൂപ. അതെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആളിനെ ബില്ല് ചെയ്യുമ്പോൾ ഒരു വലിയ കമ്പനികളൊക്കെ $1000 വരെ 1000-ന് മേളിൽ ഒരു ദിവസത്തേക്ക് ബില്ല് ചെയ്യുന്നുണ്ട്. 200 വെച്ചു. 200 × 100 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി ഒരു പെർ ഡേ? അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണല്ലോ സാലറി ആയിട്ട് പോകുന്നത്. ഇവർക്ക് പെട്ടെന്നുണ്ടായ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ തന്നെ മറ്റ് ജോലിക്ക് ചിലപ്പോൾ 25,000 രൂപയാണ് ശമ്പളമെങ്കിൽ ഇത് 40,000. അതെ. അപ്പോൾ ഈ 40,000 റുപ്പീസ് ഒരു 21-22 വയസ്സായ ആളിൻ്റെ കിട്ടുമ്പം അവരാദ്യം ചെയ്യുന്നത് എന്തുവാ? ഏറ്റവും ആദ്യം EMI എടുത്ത്
ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിക്കും, അത് കഴിയുമ്പം ഏറ്റവും വില കൂടിയ ബൈക്ക് വാങ്ങിക്കും, അത് കഴിയുമ്പോൾ ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിക്കും. ഈ സാധനങ്ങളെല്ലാം ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്ന ഇത് ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ച് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് അന്നേരം വിറ്റാൽ പോലും 20% സെക്കൻഡ് ഹാൻഡ് 20% വില കുറയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് IT-യിൽ അത് കൂടുതലായിരുന്നു അങ്ങനെയുള്ള കൺസംഷൻ. ഇപ്പോൾ ഒരു ജനറേഷൻ ബാക്കിൽ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കുറേ കൂടെ സോളിഡായിട്ടുള്ള അസറ്റിലായിരുന്നു വീട് വെക്കുക, അല്ലെ സ്ഥലം വാങ്ങിക്കുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊന്നും ആ ലെവൽ ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ടായില്ല. അത് കുറേയൊക്കെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിന് കുറേ കൂടെ അപ്രീസിയേഷൻ ഉണ്ട്. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത അസറ്റുകളിലേക്ക് പോയി. പലരും അവരുടെ വരുമാനം എന്നും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പ് സൈക്കിളിൽ പെട്ടിട്ട് എന്നും ഇതേപോലെ കൂടും, ഇരട്ടി ശമ്പളം. പണ്ടൊക്കെ എന്നോട് ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, എവറി ഇയർ ഐ നീഡ് 1 lakh rupees എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഇന്ന് 1 ലക്ഷമാണ്, നാളെ അടുത്ത വർഷം 2 ലക്ഷം 3 ലക്ഷം. അതിനനുസരിച്ച് തന്നെ സ്കില്ല് വരണമെന്ന് അവരുടെ മനസ്സിലൊരു വിചാരം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഗ്രഹിക്കുമ്പം യു ആർ ഗോയിങ് ടു ടേക്ക് ഹയർ റെസ്പോൺസിബിലിറ്റി. അതായത് ഇത് ഈ റൈറ്റ്സും ഒബ്ലിഗേഷനും ഒന്നിച്ചേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും തെറ്റിദ്ധരിച്ച് വലിയ EMI എടുത്ത് പലതും ചെയ്തിട്ട് ഇവർക്ക് പെട്ടെന്നൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ, ഏത് ജോലിക്കാണ് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത്? എല്ലാവർക്കും കമ്പനികൾക്കുണ്ടാവും, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടാവും. കൃഷിക്കാർക്ക് എല്ലാ 3 വർഷത്തിലും ഒന്നീ ഡ്രൗട്ട് അല്ലെ ഫ്ലഡ് വരും. അപ്പോൾ അവർക്കറിയാം 2 കൊല്ലം നല്ല കൃഷിയാണ്, അടുത്ത വർഷം പോകുമെന്നുള്ള അവർക്കറിയാം. ഇത് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി IT-യിൽ നമ്മുടെ ഫ്രണ്ട്സിന് മനസ്സിലായിട്ടില്ലായിരുന്നു. അതാണ് അവരുടെ പല ആളുകൾക്കും മനസ്സിലായവരുണ്ട്, മനസ്സിലായവർ അതനുസരിച്ചുള്ള അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, ഇവർ ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് പോയി. അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള ഒരു ഡെറ്റ്, അതാണ് അവർക്ക് മാനസികമായിട്ടും. പിന്നെ 2 പേരും IT ആണെങ്കിൽ അവർക്ക് ഭയങ്കര വർക്കിലോടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് ഹ്യൂമൻ സെൻട്രിക്കാണ് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഏത് സമയത്ത് IT എന്ന് പറഞ്ഞാൽ റൗണ്ട് ദ ക്ലോക്കാണ്, 24/7. ഇപ്പോൾ ബാങ്ക് രാവിലെ 10 മുതൽ 4 വരെ വർക്ക് ചെയ്താലും ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ATM കൗണ്ടർ അടച്ചിടാൻ പറ്റത്തില്ലല്ലോ, ഓൺലൈൻ ബാങ്കിങ് അടച്ചിടാൻ പറ്റത്തില്ല, പേയ്മെൻറ്റ് ഗേറ്റ് വേ അടച്ചിടാൻ. അപ്പോൾ അതിനൊക്കെ ബിഹൈൻഡിൽ ആൾക്കാരിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും IT സപ്പോർട്ടായിരിക്കും. അവർ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുകയും അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കൺസ്യൂമബിളും അവരുടെ സ്പെൻഡും ഒക്കെയാണ്. അതിലാണ് ഇത് പറ്റിപ്പോകുന്നത്. അതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ വളരെ ബാധ്യസ്ഥരാണ്. കാരണം അതല്ലെങ്കിൽ ഇതുപോലുള്ള സെറ്റ് ബാക്കുകൾ ഇനിയും ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാവും. ഇനി വരുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ജോലി പോയെന്നിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് എന്തോ, ഐ ഹാവ് ടു ലേൺ. ആ ലേണിനൊരു കോസ്റ്റ്, ലേണിങ്ങിനൊരു സമയമുണ്ട്, ഒരു കോസ്റ്റ് ഉണ്ട്. അതിനെൻ്റെ ബഫർ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. അത് എല്ലാ ജോലിക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ത്രെട്ട് കൂടുതലാണ്. ഇപ്പോൾ US-ൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി, ഇപ്പോഴും നമ്മുടെ IT എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 50% ടു US, 30% ടു യൂറോപ്പ്, ബാക്കിയേ ഉള്ളൂ എല്ലാ സ്ഥലത്തോട്ടും. അപ്പോൾ ഈ 50+30 എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവിടെ ലാക്സ് ഓഫ് ആളുകളുടെ ജോലിക്ക് ബാധിക്കും. ഇപ്പോൾ ഉണ്ടായതും അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ട്രംപിൻ്റെ ഈ ഓരോ ടാക്സിലൊക്കെ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം അതാണ്. അത് അവർക്കും ഈ IT സർവീസിനെ ടാക്സിക്കാരന് അവിടെയും പ്രോബ്ലമാണ്, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും എല്ലാവരും ഒന്ന് പേടിച്ചു. ഇതുപോലുള്ള സംഭവങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം, ടെക്നോളജി ഡിസ്റപ്ഷൻസ് ഉണ്ടാകാം, നാച്ചുറലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, വാറുണ്ടാകാം, പിന്നെ നിയർ ഷോറിങ്ങിലുണ്ടാകുന്ന അല്ലെ ഓഫ് ഷോറിങ്ങിലുള്ള ജിയോ പൊളിറ്റിക്കലിലൊന്നാണ് ഇപ്പോൾ ഓഫ് ഷോറിങ്. പണ്ട് നമ്മൾ ഗ്ലോബലൈസ് ചെയ്ത അടുത്ത് ഇപ്പോൾ എല്ലാവരും ലോക്കലൈസ് ചെയ്യുക. ഇനി അടുത്ത് വേറൊരു വലിയൊരു ഇഷ്യൂ വരുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിലേറ്റഡാണ്. അതുതന്നെ ഒരുപാട് ഇപ്പോൾ ഡാറ്റ ലോക്കലൈസേഷൻ, പേഴ്സണൽ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ്, ക്രിട്ടിക്കൽ ഡാറ്റ, ഇതെല്ലാം പുതിയ പുതിയ എലിമെൻറ്റ്സ് വരികയാണ്. അപ്പോൾ ഇവർക്ക് അതനുസരിച്ചുള്ള ഒരു ലേണിംഗ് ടൈം, ലേണിംഗ് കോസ്റ്റ് ആൻഡ് പ്ലസ് സർവൈവൽ, അത് അവരുടെ ബഫർ ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ ഒരു ആവശ്യം. സാറ്
ഐ.ടിയുടെ ഗ്രോത്തിന്റെ കൂടെ നിന്ന പോലെ തന്നെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ ജിയോജിത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ ഇത്രയും കാലം നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും സാറിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഹൗ ഇസ് യുവർ റിട്ടയർമെന്റ് ഗോയിങ്? കാരണം ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാരും പറയുന്നത് യു ഷുഡ് പ്ലാൻ യുവർ റിട്ടയർമെന്റ് എന്നാണ്. എനിക്കൊരു വലിയ ഈ പറഞ്ഞ ആർഭാടത്തിനോടൊന്നും വലിയ ആഗ്രഹമുള്ള ആളായിരുന്നില്ല. എല്ലാം ഞാൻ വാങ്ങിക്കും. ഇപ്പോൾ ഫോണൊക്കെ ഞാൻ ഐഫോണൊക്കെ ഇറങ്ങുമ്പോൾ ഉടനെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ ആവശ്യത്തിന് കാശ്. ഞാൻ ഒരിക്കലും കടം വാങ്ങിച്ചതൊന്നും ചെയ്യാതെ EMI പരിപാടി EMI ഒക്കെ ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇതാണ്. അത് ഒരു പക്ഷേ ഞാൻ വളരെ കൺസർവേറ്റീവായിട്ടൊരു ഫാമിലിയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും. ഞാൻ NIC ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഫാദർ എനിക്ക് അന്ന് ഫോണൊന്നും എഴുത്തെഴുതുമ്പോൾ മാക്സിമം പൈസ PF ഇടണമെന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം അതാണ്. ഇത് നമുക്ക് നാളെ പ്രശ്നങ്ങളുണ്ടാവും, സേവ് ചെയ്തോണമെന്നാണ് പറയുന്നത്. അന്ന് അറിയാവുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ്, അന്ന് PFൻ്റെ ഇൻട്രസ്റ്റ് 12.5%. അപ്പം നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതാണ് നമ്മൾ ആദ്യമായിട്ട് കേട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമ്മളങ്ങനെ ഒരു വലിയ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. പിന്നെ ഡൽഹിയിൽ താമസിക്കുമ്പോഴും ഞാനിതൊക്കെ കണ്ട് ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലൈഫ്, കൊള്ളാമെന്ന് വിചാരിക്കും. കൊണാട്ട് പ്ലേസിൽ പോകും, അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വരുമാനത്തിന്, അല്ലാതെ കടം വാങ്ങിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അതൊരു പ്ലസ് ആയിരുന്നു. അപ്പൊ സാറ് ടു ദി IT പ്രൊഫഷണൽസ് ഹു വാച്ചിങ്, സാറ് പറയുകയാണെങ്കിൽ വിത്ത് യുവർ മണി ഡു ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞാൽ സാർ എന്തൊക്കെയാ പറയാ ഫ്രം യുവർ എക്സ്പീരിയൻസ്? IT-ലുള്ളവർക്ക് ഒരു IT മാത്രമല്ല, പല പ്രൊഫഷൻ്റെ ഒരു പ്രോബ്ലം. അവർ ആ പ്രൊഫഷനിൽ ലിങ്ക് ചെയ്യുമ്പം അവർക്ക് മറന്നു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഫൈനാൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഫൈനാൻസ്, സേവിങ്സ്. പണ്ടുള്ള ആളുകൾക്ക് അതറിയാമായിരുന്നു. നമ്മുടെ കൃഷിക്കാർ തന്നെ അടുത്ത വർഷം വിള മോശമാണെന്ന് വെച്ചാൽ പത്തായത്തിൽ നെല്ല് സൂക്ഷിക്കുന്ന ആൾക്കാർ, തേങ്ങ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അന്ന് പറഞ്ഞ പോലാണ് ഇതും. അത് പെരുകത്തില്ല അത്, പക്ഷേ എങ്കിലും നമുക്ക് ഒരു സർവൈവൽ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ സേവ് ചെയ്യുവാൻ ഇത് ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മളൊരു സേവിങ് ഉണ്ടായിരിക്കണം. അത് ഇന്നിപ്പോൾ സേവിങ്സിൻ്റെ ഒരു വലിയ പ്രോബ്ലം നമ്മുടെ ഇൻഫ്ലേഷൻ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. ഒരു നല്ല ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞാൽ, അതുപോലെ ഈ റിട്ടയർമെൻ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പെൻഷനൊന്നും ആരും തരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന് റിട്ടേൺ ഒരു കോർപ്പസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആസ് ഗുഡ് ആസ് നമ്മുടെ ഹെൽത്ത് പോലെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ. അതുപോലെ തന്നെ നമ്മുടെ അൺഫോർസീൻ ഇവൻ്റൊക്കെ ഒരു ഫാമിലിയിലുണ്ടാകും. ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റൊരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാകാം, അൺടൈംലി ഡെത്ത് ഉണ്ടാകാം. ഇതൊക്കെ നാച്ചുറലാണ്. അതിനൊന്നും ഒരു സൊല്യൂഷനൊന്നുമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഫാമിലിൻ്റെ ഈ പ്രോബ്ലം എനിക്കും ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വരുമാനത്തിനപ്പുറത്ത് എനിക്ക് തന്നെ ഒരുപാട് ഓഫർ, വലിയ കാറ് വാങ്ങിക്കാനൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നീ വാങ്ങിയിട്ട് ഞാനത് വരാം എന്ന് പറഞ്ഞല്ലാതെ എൻ്റെ വരുമാനത്തിനപ്പുറത്തൊരു ഞാൻ ചിലവാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു കാലത്തും. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ടെക്നോളജിയിലെ ഹൈപ്പ് പോലെയാണ് ലൈഫിലും ഒരു ഹൈപ്പുണ്ട്. കുറേയൊക്കെ നമ്മളത് എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞ മരവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മളിതിനകത്തൊക്കെ ചാടണം. പക്ഷേ എവിടെ വരെ പോകണമെന്നുള്ളത് അവനൊരു ബൗണ്ടറി മനസ്സിലാക്കിയിരിക്കും. Okay, sir. But thank you so much and it is nice talking to you. Thank you very much. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.